പ്രിയമുള്ളവരെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മളെ മലയാളികൾ ഒരുപാട് പേര് ഇഞ്ചി കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 വർഷം മുന്നിൽ ട്രെൻഡാണ്. ധാരാളമായിട്ട് കർണാടകയിലും തമിഴ്നാടുകളിലൊക്കെ പോയിട്ട് ഒരുപാട് സ്ഥലം പാട്ടത്തിനെടുത്തുകൊണ്ട് ഇഞ്ചി കൃഷിയിലേക്ക് ഇറങ്ങുക. അതായത് ഹെക്ടർ കണക്കിന് സ്ഥലം അവിടെ എടുക്കുകയും, കാരണം അവിടെ ലേബർ ചാർജ് കുറവായതുകൊണ്ട് തന്നെ, പിന്നെ ഒരുപാട് സ്ഥലം ചെറിയ പൈസക്ക് നമുക്ക് ലീസിനൊക്കെ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് പേര് ഇഞ്ചി കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ഉണ്ടാക്കിയ ഒരു 10-15 വർഷം മുന്നേയൊക്കെ ഉണ്ടാക്കിയ ലാഭം അവരൊക്കെ നോക്കുകയാണെങ്കിൽ അത് കുറഞ്ഞു വരികയും, നമ്മുടെ നാട്ടിൽ തന്നെ വയനാട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്, ആ ലാഭം കുറഞ്ഞു വരും. കഴിഞ്ഞ തവണയൊക്കെ ഇഞ്ചിക്ക് നല്ല റേറ്റ്, ഏകദേശം 200 രൂപയോളം കിലോന് ഉണ്ടായിട്ടും അതിൻ്റെ എക്സ്പെൻഡിച്ചർ കോസ്റ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ വലിയൊരു ലാഭം ഉണ്ടാക്കാൻ സാധിച്ചില്ല മിക്ക ആളുകൾക്കും. അപ്പം അതെങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇഞ്ചി കൃഷി കൂടുതൽ ലാഭകരമാക്കാം എന്ന കാര്യമാണ് ഞാനിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഇഞ്ചി കൃഷി ഹെക്ടർ കണക്കിന് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിത്തുകൾ ആവശ്യമാണ്. ഏകദേശം നമ്മൾ ഒരു ഹെക്ടറൊക്കെ കൃഷി ചെയ്യുമ്പോൾ 2500 കിലോളം വിത്തുകൾ നമുക്ക് ആവശ്യമാണ്. നമ്മൾ നാടൻ രീതിയിലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാലുണ്ടാക്കി അതിൽ റിഡ്ജസും ഫറോസും ഒക്കെ ഉണ്ടാക്കി നടുകയും അതിൽ നമുക്ക് ഒരുപാട് വിത്ത് 2.5 ടണ്ണോളം വിത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹെക്ടറിൽ കൃഷി ഇറക്കുകയും അതിലൊരുപാട് ചീഞ്ഞു പോകുന്നൊരവസ്ഥ. കാരണം സോഫ്റ്റ് റോട്ട് എന്ന് പറഞ്ഞാൽ മാരകമായ രോഗം നമ്മളെ വയനാട്ടിലൊക്കെ ഒരു കാലത്തുണ്ടായ ഒരുപാട് ഇഞ്ചികളെ പൂർണ്ണമായി നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളിപ്പം ചെയ്യുന്ന ടെക്നിക്കാണ് ഇപ്പോൾ നിങ്ങൾ പിക്ചർ കാണുന്ന പോലെ സിംഗിൾ ബഡ് റൈസോംസ്. അതായത് നമ്മൾ റൈസോമിൻ്റെ സിംഗിൾ ബഡ് നമ്മൾ എടുക്കുകയും അത് മുളപ്പിച്ചെടുക്കുന്ന രീതിയാണ് സിംഗിൾ ബഡ് റൈസോംസ് എന്ന രീതിയിലാണ് നമ്മളത് കൃഷി ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ വിത്ത് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ നമ്മൾ ഡയറക്റ്റ് പ്ലാന്റ് നേരിട്ട് കൃഷി ഇറക്കുമ്പം കാണുന്നതാണ് ഈ തരത്തിലാണ് നമ്മൾ ഇഞ്ചി വിത്ത് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റിങ് പദ്ധതിയിൽ, അതായത് നമ്മൾ സിംഗിൾ ബഡിൽ നമ്മൾ പോട്ടറിൽ കൃഷി പ്ലാന്റ് ചെയ്തിട്ടും നമ്മളത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ചെറിയ സിംഗിൾ ബഡ് റൈസോംസ്, നിങ്ങൾ വലത്ത് സ്ക്രീനിൽ കാണുന്ന പോലത്തെ സിംഗിൾ ബഡ് റൈസോം എടുത്ത് നമ്മൾ മാംഗോ സബിൽ ഇപ്പോൾ നമ്മൾ നിലവിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല കുമിൾനാശിനിയായ മാംഗോ സബാണ് ഇഞ്ചിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് ഏകദേശം നമ്മൾ അതിൽ 30 മിനിറ്റോളം നമ്മൾ 2 ഗ്രാം 1 ലിറ്റർ വെള്ളം തോതിൽ, ഇപ്പോൾ നമ്മൾ 10 ലിറ്റർ എടുക്കുകയാണെങ്കിൽ 20 ഗ്രാം വെള്ളത്തിൽ നമ്മൾ 30 മിനിറ്റോളം നമ്മൾ മാംഗോ സബ് എടുക്കുകയും അത് നമ്മൾ ഈ പോട്രയിൽ, നമ്മൾ മിക്സി കാണുന്ന സാധനമാണ് പോട്രേ, ആ ഇതിൽ നമ്മൾ നടുകയും ചെയ്യുന്നു. ഈ പോട്രേ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതായത് ഈ പോട്രേ നമുക്ക് ചെറിയ റേറ്റിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. അത് മാത്രമല്ല, ഇതിനകത്ത് കോയർ പിത്ത്, നമ്മളെ ചകിരി കമ്പോസ്റ്റ്, ഏകദേശം പാർഷ്യലി ഡീക്കേ ആയ ചകിരി കമ്പോസ്റ്റും അതിൻ്റെ അകത്ത് നമ്മളെ മണ്ണിര കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്യും. അതിൻ്റെ അകത്ത് നമ്മൾ റൂട്ടിങ് ഉണ്ടാക്കാൻ, ഈ വാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റൂട്ടിങ് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എന്തെങ്കിലും ഒരു ബയോ ഏജൻസും കൂടി ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ വളർച്ച വരികയും ചെയ്യും. നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇഞ്ചി നമുക്ക് പോട്ടറിൽ വളരെ പെട്ടെന്ന് തന്നെ, പിന്നെ മാത്രമല്ല വെയിൽ കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, തണുത്ത് മാറ്റി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്ക് നമുക്കൊരു 1 മാസം ആകുമ്പോഴേക്കും നമുക്കത് ഫീൽഡിലേക്ക് നടാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരു ഹെക്ടർ 2.5 ടണ്ണോളാണ് നമുക്ക് ഇഞ്ചി ആവശ്യം, വിത്ത് ആവശ്യം. അത് നമ്മൾ വെറും 400 മുതൽ 450 കിലോ, 500 കിലോന് താഴെ നമുക്ക് ഒരു ഹെക്ടറിൽ നമുക്ക് ഇഞ്ചി വിത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആ റേറ്റ് നമുക്ക് 2000 കിലോളം നമുക്ക് ഇഞ്ചി വിത്ത് തന്നെ നമുക്ക് ലാഭിച്ചു. അങ്ങനെ നമുക്ക് വലിയൊരു കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാരണം ഈ നമ്മൾ പ്ലാന്റിങ് സീസണിലൊക്കെ നമുക്ക് റേറ്റ് നല്ല രീതിയിൽ നമുക്ക് വരുന്ന സമയത്താണ്, കാരണം ഇഞ്ചിക്ക് ഡിമാൻഡ് കൂടുന്ന സമയത്ത് നല്ല രീതിയിൽ വിത്തുകൾക്ക് റേറ്റ് വരുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് കൃഷി ഇറക്കുകയാണെങ്കിൽ നമുക്ക് ലാഭിക്കാൻ സാധിക്കും. മാത്രമല്ല, പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ പോട്ടറിൽ നട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഇഞ്ചിക്ക് നമ്മളെ സക്സസ് റേറ്റ് 98% മുതൽ 100% സക്സസ് റേറ്റ്. അതായത് നമ്മൾ ഫീൽഡിൽ നമ്മൾ അതിശക്തമായിട്ട് അത് നമ്മൾ പെർഫോം ചെയ്യും. അത് നമ്മൾ പെട്ടെന്ന് രോഗങ്ങളൊന്നും വരാതെ തന്നെ നമുക്ക് പരിപാലിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഇഞ്ചി നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പോട്ടറയിൽ ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നടുവാണെങ്കിൽ നമുക്ക് ഇഞ്ചിയുടെ കോസ്റ്റ് ലാഭിക്കാൻ സാധിക്കുകയും ചെയ്യും, വിത്തിൻ്റെ കോസ്റ്റ് ലാഭിക്കാൻ സാധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് രോഗബാധ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കും. നമ്മൾ സോഫ്റ്റ് റോട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. കാരണം അങ്ങനെ സ്റ്റേജിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇഞ്ചി നശിച്ചു പോകുന്നൊരവസ്ഥയിൽ, വയനാട്ടിലൊക്കെ ഒരു കാലത്ത് ഭയങ്കര തോതിൽ ഇഞ്ചി കൃഷി ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 20-25 കൊല്ലമൊക്കെ നോക്കുന്ന സമയത്ത് വയനാട്ടിലൊക്കെ നല്ല രീതിയിൽ ഇഞ്ചി കൃഷി വ്യാപകമായിരുന്നു. പക്ഷേ ഇപ്പം അതിൻ്റെ സോഫ്റ്റ് റോട്ട് എന്ന് പറഞ്ഞ ഒരു രോഗം വന്ന ശേഷം അത് പൂർണ്ണമായിട്ടും
നമുക്കത് നശിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ നമുക്ക് ഏകദേശം പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ പുറത്താണെങ്കിലും നമ്മൾ കേരളത്തിലാണെങ്കിലും കൃഷി ചെയ്യുന്നവർ ഈ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക്